അംഗീകാരത്തിലും അപമാനം. മമ്മൂട്ടിക്കും വെള്ളാപ്പള്ളിക്കും ഒരേ പുരസ്കാരം. മെഗാസ്റ്റാറോട് കാട്ടിയത് ക്രൂരമായ ചതിയെന്ന് ആരാധകർ. രാജ്യത്തെ പരമോന്നത പുരസ്കാരങ്ങളിലൊന്നായ പത്മഭൂഷൺ പ്രഖ്യാപിച്ചപ്പോൾ മലയാളത്തിന്റെ പ്രിയ നടൻ മമ്മൂട്ടിയെ അപമാനിക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചതെന്ന ആക്ഷേപം ശക്തമാകുന്നു. 5 പതിറ്റാണ്ടിലേറെയായി ഇന്ത്യൻ സിനിമയുടെ വിസ്മയമായി നിൽക്കുന്ന മമ്മൂട്ടിക്കൊപ്പം സാമുദായിക രാഷ്ട്രീയത്തിന്റെ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് വെള്ളാപ്പള്ളി നടേശനെയും പത്മഭൂഷൺ പട്ടികയിൽ ഉൾപ്പെടുത്തിയതാണ് വിവാദത്തിന് തിരികൊളുത്തിയത്. കലാരംഗത്തെ അതുല്യമായ സംഭാവനകളെ രാഷ്ട്രീയ താത്പര്യങ്ങളുമായി തുലനം ചെയ്തത് മമ്മൂട്ടിക്ക് ലഭിച്ച പുരസ്കാരത്തിന്റെ മാറ്റു കുറയ്ക്കുന്നതിനും അദ്ദേഹത്തെ ചതിക്കുന്നതിനും തുല്യമാണെന്നാണ് സിനിമാ പ്രേമികളുടെയും ആരാധകരുടെയും വികാരം. പത്മശ്രീ ലഭിച്ച് 1/4 നൂറ്റാണ്ട് പിന്നിട്ടിട്ടും മമ്മൂട്ടിയെ പത്മഭൂഷണ് പരിഗണിക്കാൻ ഇത്രയും വൈകിയത് തന്നെ വലിയ വിവേചനമായി കാണുന്നവർക്കിടയിലേക്കാണ് ഈ ഇരട്ട പ്രഖ്യാപനം എത്തുന്നത്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പും NSS SNDP ഐക്യശ്രമങ്ങളും മുന്നിൽ കണ്ട് രാഷ്ട്രീയ നീക്കുപോക്കുകളുടെ ഭാഗമാണ് വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷൺ നൽകിയതെന്ന ചർച്ചകൾ സജീവമാണ്. എന്നാൽ അത്തരം രാഷ്ട്രീയ തന്ത്രങ്ങൾക്കൊപ്പം മമ്മൂട്ടിയെ പോലൊരു സാംസ്കാരിക നായകനെ പ്രതിഷ്ഠിച്ചത് അദ്ദേഹത്തോടുള്ള അനാദരവാണെന്ന് സാമൂഹിക മാധ്യമങ്ങൾ ഒന്നടക്കം വിമർശിക്കുന്നു. തന്റെ അഭിനയ പാടവം കൊണ്ട് ലോക പ്രശസ്തി നേടിയ ഒരു കലാകാരന്റെ നേട്ടത്തെ രാഷ്ട്രീയ പ്രീണനത്തിനായി ഉപയോഗിക്കുന്ന പുരസ്കാര വിതരണവുമായി കൂട്ടിക്കെട്ടിയത് നീതീകരിക്കാനാവില്ല. മമ്മൂട്ടിക്ക് അർഹതപ്പെട്ട ഈ അംഗീകാരത്തെ രാഷ്ട്രീയ വോട്ട് ബാങ്ക് തന്ത്രങ്ങൾ കൊണ്ട് മലിനമാക്കിയത് മലയാളികൾക്ക് അംഗീകരിക്കാനാവില്ല. മെഗാസ്റ്റാറിന് പത്മഭൂഷൺ നൽകുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കേണ്ടിയിരുന്ന ഗാംഭീര്യവും പരിശുദ്ധിയും ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഈ പാക്കേജ് പ്രഖ്യാപനം ക്രൂരമായ ചതിയാണെന്നും വിലയിരുത്തപ്പെടുന്നു. പക്ഷേ ഇതൊന്നും തന്റെ വാക്കുകളിൽ മമ്മൂട്ടി നിറയ്ക്കുന്നില്ല. കേന്ദ്ര പുരസ്കാരത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് മമ്മൂട്ടി. Hourly News, truth every hour.